നല്ല ഒന്നാന്തരം ചൊറിയൻ, എടുത്തു പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ചൊറിയൻ. ഇതാണ് ഗൈസ് അനീഷിനെ മൈജി വഴിയാണ് അനീഷിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മൈജിയിൽ മറ്റേ സെയിൽസ് എക്സിക്യൂട്ടീവ് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഡ്രസ്സ് കിട്ടാനാണ് ഇവനെ അകത്തോട്ട് കയറ്റി വിട്ടത്. മൈജിയുടെ ഒരുമാതിരി കോണത്തിലെ പരിപാടി ആയിപ്പോയി. കോമൺ ആണെന്ന് പറഞ്ഞിട്ട് പിച്ചക്കാരനെ പോലെയാണ് ബിഗ് ബോസ് കയറ്റുന്നത്. നേരത്തെ ഒരു കറവക്കാരന്റെ ലുക്കായിരുന്നല്ലോ സാറേ, ഇപ്പൊ മാറിയല്ലേ? മാറി ഇപ്പൊ കറവക്കാരൻ കോട്ടിട്ട പോലെ. അവൻ നീ കോമണർ അട എന്ന് പറഞ്ഞ് അവന്റെ മെമ്മയിലും കിട്ടി വെച്ചു. പിന്നെ കുഴപ്പമില്ല, അവനത് അർഹിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോ നമുക്ക് മനസ്സിലാവും. പിന്നെ വളരെയധികം സ്ത്രീ വിരുദ്ധതയുള്ള ആളാണ് കേട്ടോ. വളരെയധികം സ്ത്രീ വിരുദ്ധതയുള്ള ആള്. ഈ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണോ ബിഗ് ബോസെ കാണുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെയധികം സ്ത്രീ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് വിടുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ ഒരു മേമ്പൊടിക്ക് 2 തീവ്രവാദികളെയും 2 സാമൂഹിക വിരുദ്ധന്മാരെയും കൂടെ കയറ്റിവിട്, അത് നന്നായിരിക്കും. വളരെയധികം സ്ത്രീ വിരുദ്ധതയുള്ള ഇവന്മാരെ, ഇങ്ങനെയുള്ളവന്മാരെയാണോ അകത്തോട്ട് കയറ്റിവിടുന്നത്? പെൺകുടിയന്മാരെ ഒന്നും കയറ്റിവിടാൻ ഞാൻ കാര്യമായി. എന്താടാ പിന്നെ? അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അടുത്തതായി വേദിയിലോട്ട് വരുന്നത് അനുമോളാണ് ഗൈസ്. മനസ്സിലാക്കുന്ന പെട്ടെന്ന് കരച്ചിൽ വരുന്ന കുട്ടിയാണോ? കരയുന്ന കുട്ടിയാണ്. കരച്ചിലുള്ളി റെഡി ബൂം ഹാങ്. അപ്പം കരയാൻ ആളായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അനുമോൾ, രണ്ടാമത് വരുന്ന അനുമോള് ചെന്ന് കയറിക്കിടുമ്പോൾ ലവന്റെ വായിലോട്ടാണ് അനീഷ് തറയിൽ. അനുമോള് വന്നപ്പോഴേ ചൊറിച്ചിൽ തുടങ്ങും. നേരിട്ട് കാണുമ്പോ സ്ക്രീനിൽ കാണുന്ന അത്ര ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ല. അനുമോളെ നേരിട്ട് കണ്ടപ്പോ അവന് ഭംഗി സൗന്ദര്യം തോന്നുന്നില്ല. അവൻ മനഃപൂർവ്വം ചൊറിയുന്നതാ കേട്ടോ. കൊള്ളാട, നല്ലതാ, നിരുത്സാഹപ്പെടുന്നില്ല. ചുമ്മാ അല്ല ഇവൻ ഡിവോഴ്സ് ആയതും സ്ത്രീവിരുദ്ധനായതും. അവന്റെ ഈ തൊലിയാറുമണിയെ സ്വഭാവം വെച്ചിട്ട് ഒരു പെണ്ണുകൊണ്ടൂടെ ജീവിക്കൂല. കുറച്ച് ദിവസം നിർത്താം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ പറഞ്ഞു വിടാ. എല്ലാവരെയും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ചാടി ഫ്രണ്ടിൽ തന്നെ നിന്നത് നമ്മുടെ അനുമോള്. എല്ലാവരും വന്നപ്പോ ഒരു ജാടയില്ലാതെ അനുമോള് അങ്ങോട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്ത് വെൽക്കം ചെയ്ത് എല്ലാരെയും. പക്ഷെ കുണ്ടുകൊണ്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരുത്തനുണ്ട്, നമ്മുടെ അനീഷ് തറയിൽ. എന്തായിരിക്കും അവന്റെ ഉദ്ദേശം? അതെ, അത് ഇവിടുന്ന മനസ്സിലാവില്ല. നമുക്ക് നീങ്ങിക്കാം. അവനെന്താ പറയണെന്ന് കേൾക്കാല. മലയാളം ഓഡിയൻസിന്റെ ഹൃദയത്തിൽ സ്ഥലമുണ്ടാക്കാൻ വന്നതാണ്. എല്ലാരും 2 സെന്റ് വീത് ഹൃദയത്തിൽ കൊടുക്കണേ. തെക്കോട്ട് നോക്കിയിരുന്നോ? എന്റെ പൊന്നു വെച്ചാൽ നീ ഹൃദയത്തിൽ സ്ഥലം ഉണ്ടാക്കാൻ വന്നതാണെങ്കിൽ ഞങ്ങളെ അറിയാത്തോണ്ടാ. നീ കെട്ടും കിടക്കെടുത്ത് ഇപ്പോഴേ സ്ഥലം പിടുന്നതാണ് നല്ലത്. ഹിന്ദിക്കാരുടെ കൂട്ടല്ല. പിണറായി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 7 സെന്റ് ഒരു വീടും കിട്ടിയേനെ. ഹൃദയത്തിൽ കിട്ടിയില്ലേലും ചൂരൽമലയിൽ കിട്ടിയേനെ. സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ധീര വനിത. സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ധീര വനിത. ഏത് സ്ത്രീക്ക് വേണ്ടിയിട്ട്? കണ്ടന്റിന്റെ ഭാഗമായിട്ട് രേണുസുധിക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ കടന്ന് ഒരാൾ സംസാരിക്കുന്നു. അതാണോ സ്ത്രീ? നമുക്ക് എന്തായാലും ഉച്ചിഷ്ടേച്ചിയുടെ ഇൻട്രോ ഡാൻസ് ഒന്ന് കാണാം. ഭയങ്കര ടഫ് സ്റ്റെപ്പ് ആണ് കേട്ടോ, പേടിക്കില്ല. ടഫ് സ്റ്റെപ്പ് ആണ് കേട്ടോ. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. 18ാമതായിട്ടാണ് ഗായ്സ് നമ്മുടെ താരം, നമ്മുടെ സ്റ്റാർ, വൺ ആൻഡ് ഒൺലി ലേഡി സൂപ്പർ സ്റ്റാർ അല്ല ചാർ, രണാസുന എന്നറിയപ്പെടുന്ന രേണുസുധി വരുന്നത് ഗായ്സ്. എന്നിട്ട് പിന്നെ പറയും ഞാൻ ബിഗ് ബോസിൽ പോകുമ്പം ഋതപ്പനെ മിസ് ചെയ്യും, അവരെയും മിസ് ചെയ്യും. പക്ഷെ സുധിചേട്ടനെ മിസ് ചെയ്തില്ല. സുധിചേട്ടനെ മിസ് ചെയ്തില്ല, കൂടെ ഉണ്ടാവും എപ്പോഴും. അപ്പം 21ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് നമുക്ക് സുധിയെ നമുക്ക് പരിഗണിക്കാം. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളൊരാളുണ്ട്. പ്രേക്ഷകർ എന്തുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യണം? പ്രേക്ഷകർ എന്തുകൊണ്ട് രേണുവിന് വോട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപരാധം കാണണമെങ്കിൽ വോട്ട് ചെയ്യണം, അത്ര തന്നെ, വേറെ കാര്യമൊന്നുമില്ല. ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഈ ട്രോളി ബാഗ് ഇതിനൊരു പ്രത്യേകത ഉണ്ട്, വേറെ ഒന്നുമല്ല. പ്രത്യേകത എനിക്ക് മനസ്സിലായി. ട്രോളി ബാഗിന്റെ പ്രത്യേകത സുധിച്ചേട്ടന്റെ ട്രോളി ബാഗ് അല്ലയോ. രേണു ഇതല്ല, ഇതിന്റെ അപ്പുറം പരിപാടി കാണിക്കും. പൊന്നോ, അങ്ങനെ ബിഗ് ബോസിന്റെ അകത്ത് ചെന്നിട്ടുള്ള രേണുവിന്റെ കുറച്ച് മുഖഭാവങ്ങൾ നമുക്ക് കാണാം ഗൈസ്. ആദ്യം ചിരിച്ച രേണു ചിരിച്ചോണ്ടിരിക്കുവാണേ. എന്തൊരു ചൈതന്യം. എനിക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് രേണുവിന്റെ മുഖം മാറും. നോക്കിക്കോണേ, വളരെ നല്ല ആക്ടർ ആയിരുന്നു. ഒരുപാട് പ്ലാനിങ് കാര്യങ്ങൾ അഭിനയിച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ അടുത്ത ഡയലോഗ് അടിക്കുമ്പോഴത്തേക്ക് പിന്നെയും ചിരി.
ആദ്യം ഒന്ന് ചിരിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് ലാലേട്ടൻ അറിയാമെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങ് മാറി. എന്നിട്ട് ലാലേട്ടൻ അടുത്ത ചോദ്യം ചെയ്തപ്പോൾ അറിയാൻ ലാലേട്ട. അന്നേരം ഒരു പകുതി ചിരി ഒരു പകുതി സങ്കടം. സ്വാഭാവികം. അപ്പൊ ഈ തള്ളെന്താണ് ഇങ്ങനെയൊക്കെ നോക്കണം? ഞാൻ പോകുന്നു. ബൈ.